മധുര പാസഞ്ചർ ട്രെയിൻ പുനലൂർ വരെ സർവീസ് നീട്ടി. പുനലൂരിലേക്കുള്ള ആദ്യ സർവീസ് വ്യാഴാഴ്ച രാവിലെ കൊല്ലത്ത് കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും കൊല്ലം എംപി എൻ പീതാംബരക്കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ സ്റ്റേഷനുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് 1:30 ട്രെയിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. യാത്രക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ സഫലമായത്. എല്ലാ ദിവസവും രാവിലെ 9:30 കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 11:10 പുനലൂരിൽ എത്തിച്ചേരും. വൈകിട്ട് 3:50 ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 5:15 കൊല്ലത്തെത്തും. തുടർന്ന് 6:10 മധുരയ്ക്ക് പുറപ്പെടും. കൊല്ലം മധുര പുനലൂർ പാസഞ്ചറിൽ പുനലൂരിലെത്തിയ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനെയും എംപി എൻ പീതാംബരക്കുറുപ്പിനെയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ആവേശത്തോടെ സ്വീകരിച്ചു. ശാസ്ത്രീയമായി നിർമ്മിക്കേണ്ടതിനാലും റെയിൽവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാലുമാണ് പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടാകുന്നതെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. എന്നാൽ മീറ്റർ ഗേജ് പണികൾ ബ്രോഡ്ഗേജായി സമയബന്ധമായി പൂർത്തിയാക്കാൻ റെയിൽവേക്കായില്ല. അതിന് പല സാങ്കേതികമായ കാരണങ്ങളുണ്ടായിരുന്നു. റെയിൽവേയുടെ സാമ്പത്തിക സ്ഥിതിയും അതിന് സഹായകരമായില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോയത്. പക്ഷേ കൊല്ലത്തുനിന്ന് പുനലൂർ വരെയുള്ള സെക്ഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 4 പേർ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. പക്ഷേ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കാലതാമസങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഗാർഡ് സെക്ഷനാണ്. ഇടമൺ മുതൽ ഭൗതിപുരം വരെയുള്ള ഭാഗത്തെ ടണലുകളും അതുപോലെ ഗാട്ടും അതിന് വലിയ കർവുകളും മറ്റുമൊക്കെ വന്നപ്പോൾ ബ്രോഡ്ഗേജ് ആകുമ്പോൾ അത് വലിയ ട്രെയിനുകൾ ഓടുന്നത് 24 ബോഗിയുള്ള ട്രെയിൻ ഓടുന്നതായതുകൊണ്ട് ആ ഗാർഡ് സെക്ഷനെ വളരെ ശാസ്ത്രീയമായി മാത്രമേ അവിടെ നിർമ്മാണം നടത്താൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് നിർമ്മാണപരമായ കുറെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ റെയിൽവേക്കുണ്ടായ സാമ്പത്തികമായ കുഴപ്പം. പുനലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ ഓണത്തിന് മുൻപ് ഓടിത്തുടങ്ങുമെന്നും കൊടിക്കുന്നിൽ അറിയിച്ചു. ഞങ്ങൾ പറഞ്ഞു അത് നടക്കില്ല, ഞങ്ങൾക്ക് ഡയറക്ട് ട്രെയിൻ വേണം. പിറ്റാണോ കോച്ച് ടെർമിനാണോ അതൊന്നും നമുക്കറിയേണ്ട, നേരിട്ടുള്ള ട്രെയിൻ കിട്ടുമെന്ന് നമ്മൾ വീണ്ടും വാശി പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ വീണ്ടും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പാസഞ്ചർ ട്രെയിനാണ് ആവശ്യപ്പെട്ടത്. ആ പാസഞ്ചർ ട്രെയിൻ മാറ്റി പുനലൂരിൽ നിന്ന് കൊല്ലം വഴി കോട്ടയം വഴി എറണാകുളം വഴി തൃശൂരിൽ ഗുരുവായൂരിലേക്ക് ഒരു എക്സ്പ്രസ് ട്രെയിൻ അനുവദിക്കാമെന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട്. സ്വീകരണത്തിന് കോൺഗ്രസ് നേതാക്കളായ ഇടമൺ ഇസ്മായിൽ, ജർമിയാസ്, കെട്ടിടത്തിൽ സുലൈമാൻ, എസ് ശശിധരൻ, AK നസീർ, SC സഞ്ജയ് ഖാൻ, ഏരൂർ സുഭാഷ്, മാധവൻകുട്ടി, അഞ്ചൽ സോമൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.